Hi dears, welcome back to Language Lab. ഫിഗർ ഓഫ് സ്പീച്ച് നമ്മൾ എക്സാമിനേഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ കുറച്ച് ഫിഗർ ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ട്രൂത്ത് ബി ടോൾഡ് ഷി വാസൻറ്റ് അൺഹാപ്പി വിത്ത് ഹെർ ന്യൂ കാസ് എന്ന് പറയുന്ന ഒരു ലൈൻ തന്നിട്ടുണ്ട്, പോയറ്റിക് ലൈനാണ്. എന്നിട്ട് നമ്മുടെ ചോദിച്ചിട്ട് ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻസ് 4 ഉണ്ട്. ഇതിനകത്ത് ഈ ഒരു ലൈൻ കാണുമ്പോൾ നമ്മുടെ മൈൻഡിലൂടെ നമുക്കറിയാവുന്ന എല്ലാ ലിറ്റററി ഡിവൈസസും ഇങ്ങനെ കടന്നു പോകണം. ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അലിട്രേഷൻ ഉണ്ടോ, അതൊക്കെ സിമ്പിളാണ് അല്ലേ. അലിട്രേഷൻ ഉണ്ടോ, അസോണൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ലൈക്കോ ആസോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സിമിലിയോ മെറ്റഫറോ അങ്ങനെ എന്തുണ്ടോന്ന്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ലൈറ്റോറ്റിസ് എന്ന് പറയുന്ന ആ തേർഡ് ഓപ്ഷനാണ് കറക്റ്റ് ഉത്തരം. എന്താ ലൈറ്റോറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള ഒരു വേയിൽ പോസിറ്റീവായുള്ള ഒരു കാര്യം അഫേം ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ഐഡിയ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ് യൂസിങ് എ നെഗറ്റീവ് ടു മീൻ പോസിറ്റീവ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഷീ വാസൻറ്റ് അൺഹാപ്പി വിത്ത് ഹെർ ന്യൂ കാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ശരിക്കും ഷീ വാസ് ഹാപ്പി എന്ന് അർത്ഥം. പക്ഷെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഷീ വാസൻറ്റ് അൺഹാപ്പി എന്ന് പറഞ്ഞത്. മനസ്സിലായോ? നമുക്ക് വേറെ എക്സാമ്പിളാണ് നോട്ട് ബാഡ്. ഇറ്റ്സ് നോട്ട് ബാഡ്. നോട്ട് ബാഡ് മീൻസ് വാട്ട്? എന്താ ഉദ്ദേശിക്കുന്നത്? ഗുഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് ആയിട്ടുള്ള നോട്ട് ബാഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതേപോലെ യുവർ ആൻസർ ഇസ് നോട്ട് റോങ്. ദ ഫുഡ് ഇസ് നോട്ട് ടെറിബിൾ. ഹീ ഈസ് നോട്ട് വീക്ക് ഇൻ സ്റ്റഡീസ് എന്ന് വെച്ചാൽ ഹീ സ്ട്രോങ് ഇൻ സ്റ്റഡീസ് എന്ന് അർത്ഥം. പക്ഷെ നേരെ വീക്ക് എന്ന വേർഡ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നോട്ട് ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന ഈ ഒരു രീതിയാണ്, അതൊരു എംഫസൈസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഒരു രീതിക്കാണ് നമ്മൾ എന്ത് പറയുക? ലൈറ്റോറ്റിസ് എന്ന് പറയുക. സോ ദിസ് ക്വസ്റ്റ്യൻ ഇസ് എൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. റേസ് ഓഫ് ദ സൺഷൈൻ ഡാൻസ്ഡ് ത്രൂ ദ ട്രീസ് എന്നാണ്. ലൈൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ. സിമിലി, പൺ, അതുപോലെ പേഴ്സോണിഫിക്കേഷൻ, ഓക്സിമറോൺ. ഏതാണ് കറക്റ്റ് ഉത്തരം? പേഴ്സോണിഫിക്കേഷൻ ആണ്. എങ്ങനെ മനസ്സിലായി? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിൻ്റെ ക്വാളിറ്റീസ് നമ്മൾ ജീവനില്ലാത്ത വസ്തുക്കളുടെ ക്വാളിറ്റീസ് ആയിട്ട് ആട്രിബ്യൂട്ട് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? റേസ് ഓഫ് സൺഷൈൻ എന്ന് പറയുന്നത് അല്ലെ, റേസ് ഓഫ് സൺഷൈൻ, സൂര്യപ്രകാശം. അതെന്താ? ഡാൻസ് ചെയ്തു എന്ന് പറയുന്നു. യൂഷ്വലി ആരാ ഡാൻസ് ചെയ്യുക? ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ ഹ്യൂമൻ ബീങ്ങിൻ്റെ ക്വാളിറ്റി ഈ പറയുന്ന റേസ് ഓഫ് സൺഷൈനിലൂടെ പറയുമ്പോൾ നമുക്ക് അതിനെ എന്ത് പറയാം? ഈ പറയുന്ന പോലെ പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സൺ എന്ന വേർഡ് ഓർത്ത് വെക്കുക. പേഴ്സൺ ഹ്യൂമൻ ബീങ്ങിൻ്റെ ആണ് ക്വാളിറ്റി. ഓക്കെ, തേർഡ് വൺ ഇസ് ടൈം വാസ് പാസിംഗ് ലൈക്ക് എ ഹാൻഡ് വേവിംഗ് ഫ്രം എ ട്രെയിൻ. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ടില്ലേ. ടൈം വാസ് പാസിംഗ് ലൈക്ക് എ ട്രെയിൻ, ഹാൻഡ് വേവിംഗ് ഫ്രം എ ട്രെയിൻ. ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ടാറ്റ കാണിക്കുകയാണ് അവർ ഈ പറയുന്ന ടൈം, കാലം. സിമിലി, പൺ, ഓക്സിമറോൺ, മെറ്റഫോർ. ഏതായിരിക്കും? ലൈക്ക് കണ്ടാൽ അല്ലെങ്കിൽ ആസ് കണ്ടാൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യുന്നു. ഉറപ്പിക്കാം നമുക്ക് ഏതാണ്? സിമിലി ആണ്, അതിലൊരു ഡൗട്ടുമില്ല അല്ലേ. ഹി ഈസ് ലൈക്ക് ആൻ ലയൺ ഇൻ ദ ബാറ്റിൽ എന്നൊരു എക്സാമ്പിളാണ്. ലൈക്ക് എ ലയൺ ഇൻ ദ ബാറ്റിൽ. ഓക്കെ, ഇനി നേരിട്ടുള്ള കമ്പാരിസൺ ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? മെറ്റഫർ എന്നും പറയാം. ലൈക്കോ ആസോ ഇല്ലാതെ നേരിട്ട് കമ്പയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ ആ വേർഡ്സ് ഇല്ലാതെ കമ്പയർ ചെയ്യുകയാണ് രണ്ട് വസ്തുക്കളെ, നമുക്കതിനെ മെറ്റഫർ എന്നും പറയാം. സോ ഇവിടെ നമ്മുടെ ആൻസർ സിമിലി ആണ്. നെക്സ്റ്റ് വൺ, ഫെയ്ത്ത് അൺഫെയ്ത്ത്ഫുൾ പാർട്ടഡ് ദ ലവേഴ്സ്. മറ്റൊരു ലൈൻസ് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫെയ്ത്ത് അൺഫെയ്ത്ത്ഫുൾ പാർട്ടഡ് ദ ലവേഴ്സ്. ഇങ്ങനെയൊരു സാധനങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓടി വരേണ്ട ഒരു സാധനമാണ് ഈ ഓക്സിമറോൺ എന്ന വേർഡ്. എന്തായിരുന്നു ഓക്സിമറോൺ? രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് വെക്കുന്നതാണ് ഓക്സിമറോൺ എന്ന് പറയുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഭയങ്കര സൗന്ദര്യം എന്ന് നമ്മൾ പറയാറില്ലേ, ടെറിബിൾ ബ്യൂട്ടി. ഓക്കെ, ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഫെയ്ത്ത്, വിശ്വാസം, അൺഫെയ്ത്ത്ഫുൾ നേരെ ഓപ്പോസിറ്റ് ഒരുമിച്ച് വെച്ചിരിക്കുന്നു. ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, ഒരു എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഇത് ഓക്സിമറോൺ എന്ന് പറയാം. മറ്റ് എക്സാമ്പിൾസ് ആണ് ബിറ്റർ സ്വീറ്റ്സ്, ഡെഫനിങ് സൈലൻസ് അല്ലെ, കാതടിപ്പിക്കുന്ന നിശബ്ദത. നെക്സ്റ്റ്, ലിവിങ് ഡെഡ്, അതുപോലെ തന്നെ ഓപ്പൺ സീക്രട്ട്, ക്ലിയർലി കൺഫ്യൂസ്ഡ്. ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. സോ ദിസ് ഇസ് ഓക്സിമറോൺ. നെക്സ്റ്റ് വൺ ഇസ് far-fetched fantasies of tender mind. far-fetched fantasies of tender mind എന്ന് പറയുന്ന ഒരു ലൈൻ തന്നിട്ടുണ്ട്. സിമിലി ആണോ, പേഴ്സോണിഫിക്കേഷൻ ആണോ, അലിട്രേഷൻ ആണോ, ഓക്സിമറോൺ ആണോ എന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.